ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണു ജ്യോതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം ജ്യോതി ഒരു സാറയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോൺ പരിശോധിക്കുകയായിരുന്നു. ആ സമയത്താണ് വിഷ്ണുവിൻ്റെ മുറിക്ക് അരികിലേക്ക് വന്നതും വിഷ്ണു ജ്യോതിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതും ഉടൻ അവിടേക്ക് വന്ന് വിഷ്ണുവിൻ്റെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. ഹലോ ജ്യോതി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് വരുന്ന കോൾ മറ്റൊന്നായിരുന്നു. എടാ, ആരാടാ ഈ ജ്യോതി, നീ എന്താടാ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ഒരു പയ്യൻ സംസാരിക്കുന്നതായി കേൾക്കുന്നു. സാറയ്ക്ക് വിഷ്ണു അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാകുന്നു. എൻ്റെ ഫ്രണ്ട് ഇമ്മാനുവലാണ്, അവനൊരു ജോലിയുടെ കാര്യത്തിന് കുറേ പണം കൊടുത്തോ. ഞാനും മനുവും ഇപ്പോഴും അവനോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ വിഷ്ണു സംസാരിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇതുവരെ ഞങ്ങളോടുള്ള സംശയം മാറിയില്ല അല്ലേ? ഇതിനേക്കാൾ നല്ലത് ചേച്ചി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് തന്നെയാണ് എന്നൊക്കെ വിഷ്ണു പറയുന്നു. സോറി എന്ന് പറഞ്ഞ് സാറ ഫോൺ വിഷ്ണുവിന് കൊടുത്തു. എന്നിട്ട് സാറ പുറത്തേക്ക് പോയി. സാറ പോയതും ഒരു ചിരിയോടെ നിൽക്കുകയാണ് വിഷ്ണു. സാറ എന്നൊക്കെ പറഞ്ഞ് ഒരല്പം മുന്നേ വിഷ്ണു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സാറ അവിടേക്ക് വരുന്നത് വിഷ്ണു കണ്ടായിരുന്നു. ഇപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ 2 ഫോണുണ്ട്. അതിൽ ഒരു ഫോൺ മറച്ചു വെച്ചിട്ട് മറ്റൊരു ഫോൺ എടുത്ത് ഇമ്മാനുവലിന് കോൾ ചെയ്തു. സാറ പോയതിനു ശേഷം ജ്യോതിയോട് പറയുകയാണ് വിഷ്ണു, ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. വളരെ ടെൻഷനോടെ തന്നെ ജ്യോതി ഫോൺ വെച്ചു. പിന്നീട് കാണിക്കുന്നത് നിത്യയും അച്ഛനും ഇപ്പോൾ തൻ്റെ നാട്ടിലെത്തിയിരിക്കുന്നുണ്ട്. അതിനിടയിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബാഗ് പരിശോധിക്കുകയാണ് സദാനന്ദൻ. ഞാൻ ബാഗിൽ നിന്ന് ഒരു കടലാസ് എടുത്തോ എന്ന് പരിശോധിച്ചതായിരുന്നു എന്ന് നിത്യയോട് പറഞ്ഞു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ അച്ഛാ എന്ന് നിത്യ പറയുമ്പോൾ, വേണ്ട മോള് പോയിക്കോളൂ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് സദാനന്ദൻ പറയുമ്പോൾ നിത്യ പറയുന്നു, എന്നാ ഞാനും കൂടി വരാമെന്ന്. വേണ്ട, നീ പൊയ്ക്കോ എന്നൊക്കെ സദാനന്ദൻ പറയുന്നു. അച്ഛൻ തനിച്ച് പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ട് അച്ഛാ പറയുന്നത് എന്നൊക്കെ നിത്യ പറയുന്നു. ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അതിനു മുന്നേ ഞാൻ തനിച്ചല്ലേ, പിന്നെന്താ ഇപ്പോൾ നിനക്ക് പുതിയൊരു ടെൻഷൻ എന്നൊക്കെ സദാനന്ദൻ. അച്ഛാ, എന്നാലും എത്ര നേരം എടുത്താലും കുഴപ്പമില്ല, നമുക്ക് നാളെ തിരിച്ചു പോയാൽ പോരെ എന്നൊക്കെ നിത്യ പറയുന്നത്. മനസ്സിലാക്ക് കുട്ടി, നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ നോക്ക് എന്നൊക്കെ സദാനന്ദൻ പറയുന്നുണ്ട്. ഓട്ടോ വല്ലതും കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നത് നോക്കുകയാണ് സദാനന്ദൻ. ആ സമയത്ത് അവിടേക്ക് ഒരു ഓട്ടോ വന്നിരുന്നു. ആദ്യം മോളെ കയറിക്കോ എന്ന് പറയുന്നു. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം, അച്ഛൻ വെയിൽ കൊള്ളണ്ട സദാനന്ദൻ പറയുന്നു. എന്നാ ശരി, ഞാൻ നിന്നാ പറ്റില്ല, പെട്ടെന്ന് പോണേ മോളെ എന്ന് പറഞ്ഞ് സദാനന്ദൻ ആ ഓട്ടോയിലേക്ക് കയറി പോകുന്നുണ്ട്. സൂക്ഷിച്ചു പോണേ എന്നൊക്കെ പറയുകയാണ് അച്ഛൻ. ആ സമയത്ത് അവിടേക്കൊരു കാറ് വരുന്നുണ്ടായിരുന്നു. ആ കാറിൽ മറ്റാരുമല്ല, ജീവനാണ്. സദാനന്ദൻ പോയതും ശ്രദ്ധിക്കുന്നു. നിത്യ അങ്ങോട്ട് പോകുന്നതും ജീവൻ ശ്രദ്ധിക്കുന്നു. തൻ്റെ പിറകെ ജീവനുള്ള കാര്യം നിത്യ അറിയുന്നില്ലായിരുന്നു. ഒരു വല്ലാത്ത ഭാവത്തോടെ ഇരിക്കുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് ശിവാനന്ദന്റെ വീട്ടിൽ. ശിവാനന്ദൻ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. നളിനിയും അരികിലുണ്ട്. ശ്രുതിയാണെങ്കിൽ മുറ്റം തൂക്കുന്നു. മകന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. നിന്റെ മകനാണ് ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടിയെന്ന് നിനക്ക് തോന്നും, പക്ഷെ ഒരു കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോൾ അവർ നാട്ടിലേക്ക് അന്വേഷിക്കില്ലേ? ആരോട് ചോദിക്കുന്നു, എന്താണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയോ എനിക്ക് ശിവാനന്ദൻ പറയുമ്പോൾ നളിനി പറയുന്നുണ്ട്, ദുഷ്ടന്മാരെ, എൻ്റെ മോനോട് എന്തോ വൈരാഗ്യമുള്ളത് പോലെയാ ചെയ്യുന്നത്. ഈ സമയം സുധി അവിടേക്ക് വന്നു. ഏട്ടൻ നോക്കിക്കോ, ഇത് ഏതവനാണ് ചെയ്തത് എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് ഞാനങ്ങ് കയറി ചെല്ലും എന്നൊക്കെ നളിനി പറയുന്നു. അത് തന്നെയാ കുഴപ്പം. വിമലേട്ടൻ്റെ മാത്രമല്ല അമ്മായിയുടെ ഈ സ്വഭാവവും ആളുകൾ അറിയുന്നുണ്ടാകും എന്നൊക്കെ സുധി പറയുന്നു. ഓ എൻ്റെ അമ്മോ, നിങ്ങളൊക്കെ ഒരു മര്യാദക്കാര്, ഞാനും എൻ്റെ മകനും ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരാശയോടെ നിൽക്കുകയാണ് നളിനി. ആ സമയത്താണ് സദാനന്ദന്റെ വരവ്. ഓട്ടോയിൽ സദാനന്ദൻ ശിവാനന്ദന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഏട്ടനാണല്ലോ അത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെയാണ് ശിവാനന്ദൻ എണീക്കുന്നത്. സദാനന്ദൻ ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോ പോവുകയും ചെയ്തു. ഏട്ടനെന്താ തനിച്ച് വന്നത് എന്ന് നളിനി ചോദിക്കുന്നുണ്ട്. എന്താ ഏട്ടാ, നിത്യമുള്ളവിടെ എന്നൊക്കെ ശിവാനന്ദൻ ചോദിക്കുന്നുണ്ട്. ഏട്ടനെന്താ തനിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുന്നു, പരിഭ്രമിക്കേണ്ട, ഞാൻ എല്ലാവരെയും ഒന്ന് കാണാൻ വന്നു എന്നേ ഉള്ളൂ. നളിനി പറയുന്നു, ഓ ഇപ്പോൾ ഏട്ടനെ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ, മോളുടെ വീട്ടിൽ സുഖജീവിതമല്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. സദാനന്ദൻ പറയുന്നു, പരാതിയൊന്നും വേണ്ട നളിനി, എനിക്ക് നിങ്ങളെ ആരെയും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. നിത്യേച്ചിക്ക് സുഖമാണോ വലിയച്ച എന്നെ ശ്രുതി ചോദിക്കുമ്പോൾ സദാനന്ദൻ ഒന്നും മിണ്ടുന്നില്ല. ഏട്ടൻ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. ശിവാനന്ദനോട് പറയുന്നു, ശിവാനന്ദ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അവള് ചായ എടുക്കട്ടെ. അതെന്താ ഏട്ടാ? ഞങ്ങൾ ആരും അറിയാതെ നിങ്ങൾ തമ്മിൽ മാത്രം ഒരു കാര്യം
എന്നൊക്കെ നളിനി പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നുണ്ട് നളിനിയോട്, നീ എന്നെ മിണ്ടാതിരിക്കുന്നുണ്ടോ നളിനി, ഏട്ടന് വന്നേ എന്ന് പറഞ്ഞ് ഏട്ടനുമായി അപ്പുറത്തേക്കും പോയി മാറി നിന്ന് സംസാരിക്കുകയാണ് ശിവാനന്ദൻ. എന്നാൽ ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ നളിനിയും വിചാരിക്കുന്നുണ്ട്. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ഏട്ടന്റെ കണ്ണും മുഖവും അത്ര ശരിയല്ല എന്ന് നളിനി വിചാരിക്കുന്നു. അമ്മായിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അച്ഛനും വല്യച്ഛനും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് സുധി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കാനുള്ള പരിപാടിയിലാണ് നളിനി. ഇതേസമയം ശിവാനന്ദനും സദാനന്ദനും മാറി നിന്ന് സംസാരിക്കുന്നു. എന്തായിട്ടാ എന്ന് ശിവാനന്ദൻ ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുന്നുണ്ട്, നിത്യയുടെ കാര്യത്തിൽ തെറ്റ് പറ്റിപ്പോയോ എന്നൊരു സംശയം. എന്ത് സംശയമെന്ന് ശിവാനന്ദൻ ചോദിക്കുന്നു. കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്ത ചിലത് കേട്ടു. എൻ്റെ മോള് ഒരുപാട് വേദനിക്കുന്നുണ്ട് ശിവാനന്ദ. നിങ്ങൾ അറിഞ്ഞതും പറഞ്ഞതും സത്യം തന്നെയായിരുന്നോ എന്നാണ് എനിക്ക് തോന്നുന്നത് ജീവന്റെ കാര്യത്തിൽ എന്നൊക്കെ സദാനന്ദൻ പറയുമ്പോൾ ശിവാനന്ദൻ ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ, ഇപ്പോ എന്തുണ്ടായേട്ടാ? വളരെ സങ്കടത്തോടെ അവിടെ ഉണ്ടായ കാര്യം, ആ നിത്യയുടെ മുടി പിടിച്ചിങ്ങനെ ബലമായി പിടിച്ചു വെച്ച കാര്യങ്ങളും നിത്യയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ സദാനന്ദൻ ശിവാനന്ദനോട് പറയുന്നു. പിന്നെ ജീവന്റെ ആ പെരുമാറ്റ രീതിയെ പറ്റിയും ഇത്രയും പറഞ്ഞതിന് ശേഷം സദാനന്ദൻ പറയുന്നു, എൻ്റെ മോൾ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൾ സഹിക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ അവനെ ഭ്രാന്ത് എന്ന് വിളിച്ചപ്പോൾ ഞാൻ എതിർത്തു, അവനെ മുഴുത്ത ഭ്രാന്ത് തന്നെയാണ്. ഇവർ സംസാരിക്കുന്നത് നളിനിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഈ അപകടം വിവാഹത്തിന് മുന്നേ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് എതിരെ നിന്നത്. ഏട്ടൻ അറിയാതെ നിത്യമോളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കായിരുന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണമെന്നും പറഞ്ഞു. എന്റെ ശിവാനന്ദൻ പറയുമ്പോൾ സദാനന്ദൻ പറയുന്നു, അവള് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയ ആരോടും ഒന്നും പറയാത്തത്, പിന്നെ സുജാതയോടുള്ള സ്നേഹവും. ഈ സമയം നളിനി അവിടേക്ക് വന്നു. ആഹാ, ബെസ്റ്റ് ബെസ്റ്റ്. കെട്ടിക്കൊണ്ട് പോയവൻ കൊല്ലാൻ നോക്കുന്നു, എന്നിട്ടും കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കാതെ അമ്മ മൂടി വെച്ചിരിക്കുകയാണ്. ആ അമ്മയെക്കുറിച്ച് നല്ലതാണ് ഇപ്പോഴും ഏട്ടൻ സംസാരിക്കുന്നത്. സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു എൻ്റെ കുഞ്ഞേട്ടാ, നമുക്കിപ്പം തന്നെ പോണം. നമ്മളെന്തിനാ നമ്മുടെ പെൺകുട്ടിയെ വല്ലവരും കൂട്ടിയിട്ട് തീയിലിട്ടിരിക്കുന്നത്? അവളെ വിളിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതെ, വെല്ലേട്ടന് അവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഈ പട്ടാളക്കാരെയും പോലീസുകാരെയും യാതൊരു പേടിയില്ല എന്നൊക്കെ നളിനി. നീ ഒന്നും മിണ്ടാതിരിക്കെ, ഈ കാര്യം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് ശിവാനന്ദൻ പറയുകയാണ് നളിനിയോട്. അതെ, പരിഹരിച്ച് തീരുമ്പോഴത്തേക്കും പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരിക്കില്ല കേട്ടോ. അവളെ പിടിച്ചോണ്ട് വന്നാൽ അവളുടെ ഭാവി എന്താകുമെന്നോർത്ത് വല്യേട്ടൻ പേടിക്കണ്ട. ഒന്ന് കെട്ടിയതാണെങ്കിലും അവളെ എൻ്റെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ ഒരുക്കുവാണ്. അവളെ വിമലിന്റെ കൂടെ ജീവിച്ചോളൂ ഏട്ടാ എന്നൊക്കെ നളിനി പറയുമ്പോൾ, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്, ഇതും പറഞ്ഞ ആരുടെങ്കിലും ചെവിക്കടിക്കാൻ പോയാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞ് ഏട്ടനെ വിളിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് ശിവാനന്ദൻ. ഇതേസമയം പാടത്തുകൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു നിത്യ. അതുപോലെ തന്നെ ഹരിയും ആ പാടത്തൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. വരുന്നത് ഹരിയല്ല, ജീവനാണ്. ജീവന്റെ കയ്യിൽ ആ ആസിഡും ഉണ്ട്, നിത്യയുടെ മുഖത്തൊടിക്കാനുള്ള ആസിഡ്. അവിടെ വെച്ച് തന്നെ ആ ആസിഡ് നിത്യയുടെ മുഖത്തൊഴിക്കാൻ തന്നെയാണ് ജീവൻ അവിടേക്ക് വന്നിരിക്കുന്നത്. അതും ആരുടെയും കണ്ണിൽപ്പെടാതെ. നിന്റെ ഈ നശിച്ച സൗന്ദര്യം ഇന്നത്തോടെ അവസാനിച്ചിരിക്കോടി, അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടടി എന്നൊക്കെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ജീവൻ മുഖം മൂടുന്നു. ഈ സമയം പാടത്തൂടെ ഹരിയും വരുന്നുണ്ടായിരുന്നു. ഹരിയുടെ കയ്യിൽ 2 കവറുണ്ട്. നിത്യയുടെ തൊട്ട് പിന്നാലെയാണ് ഹരിയുടെ വരവ്. ഹരിയോട് അവിടെയുള്ള അയൽവാസികളൊക്കെ സംസാരിക്കുന്നുണ്ട് 2 പേരും. നൂലുകെട്ടിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അവരെയൊന്നും വിളിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എല്ലാ കുറവും നികത്തി മോളുടെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങളെ വിളിക്കാം എന്നൊക്കെ ഹരി അവരോട് പറയുന്നുണ്ടായിരുന്നു. ശേഷം വീണ്ടും ഹരി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാട്ടിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ് ജീവൻ. നിത്യ വരുന്ന വഴിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിത്യ അങ്ങോട്ടേക്ക് പോകുന്നതും അതിന് പിറകെ ജീവൻ ആസിഡുമായി പോകുന്നതും ഹരി കാണുന്നുണ്ട്. ജീവൻ മുഖംമൂടി ഇട്ടത് കൊണ്ട് തന്നെ അതിലെന്തോ ഒരു പന്തികേട് മണക്കുകയാണ് ഹരിക്ക്. പെട്ടെന്ന് ആ പാക്കറ്റ്, ആ കവറുകളെല്ലാം താഴെയിട്ട് അവരുടെ പിന്നാലെ ഹരി ഓടിപ്പോകുന്നു. ഇതറിയാതെ മുന്നോട്ടേക്ക് നടക്കുകയാണ് നിത്യയും. പാടത്തൂടെയാണ് അവരുടെ പോക്ക്. ജീവൻ അത് ഒഴിക്കാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ഡാ എന്ന് പറഞ്ഞ് ഹരി അയാളെ പിടിച്ചു. എന്തോ ഒരു പ്രശ്നം നടക്കുന്നത് മനസ്സിലാക്കി നിത്യ തിരിഞ്ഞു നോക്കുന്നു. അയാളെ പിടിച്ചു വെച്ചിട്ട് ഹരി തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹരിയുടെ മുഖം നിത്യയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹരി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഓടി രക്ഷപ്പെട്ടോ, ഇയാളെ ആക്രമിക്കാൻ വന്നതാണ് ഇയാൾ. പെട്ടെന്ന് നിത്യ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജീവനെ ഹരി പിടിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ജീവൻ ഹരിയെ തട്ടി മാറ്റിയിട്ട് ആ ആസിഡ് ആ പാടത്തേക്ക് എറിഞ്ഞിട്ട് ഹരിയെ ഒരൊറ്റ ചവിട്ട്. ഹരി പാടത്തേക്ക് ചെന്ന് വീണു. ജീവൻ വിട്ടുകൊടുക്കുന്നില്ല ഹരിയെ. വീണ്ടും ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ ചെന്നു ഹരിയെ ഒരുപാട് അങ്ങ് അടിക്കുന്നുണ്ട്. ഹരിയും തിരിച്ച് ജീവനെയും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും കൂടി ആ പാടത്ത് കിടന്ന് വല്ലാത്ത അടി. കുറെ ഓടിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് നിത്യ. അപ്പോൾ അവിടെ ഒരു അടിയാണ് നടക്കുന്നത്. ഇപ്പോൾ ജീവന്റെ മുഖംമൂടിയൊക്കെ മാറിക്കഴിഞ്ഞു.
വീണ്ടും ജീവൻ ആ മുഖംമൂടി എടുത്തു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹരിയും നല്ല രീതിയിൽ ജീവനെ അടിക്കുന്നു. ഇതെല്ലാം നിത്യ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു പാറക്കല്ലെടുത്ത് ജീവൻ ഇപ്പോൾ ഹരിയുടെ നെറ്റിയിലടിച്ചു. നിത്യ അവിടേക്ക് ഓടി വന്നു. കാല് വഴുതി നിത്യ അവിടെ വീണിരിക്കുന്നു. ഈ സമയം കൊണ്ട് ജീവൻ ആ ആസിഡ് എടുത്തു. എന്താ അവിടെ ഇടാ എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാരെല്ലാം ഓടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസിഡ് അവിടെ കളഞ്ഞിട്ട് ജീവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഹരിയുടെ തൊട്ടരികിൽ തന്നെ കിടക്കുകയാണ് നിത്യ. നിത്യയുടെയും ബോധം പോയിരിക്കുന്നു. ഹരിയുടെയും ബോധം പോയി. രണ്ടുപേരുടെയും നെറ്റി ആ കല്ലിലാണ് ഇടിച്ചിരിക്കുന്നത്. ജീവൻ കല്ല് ഹരിയുടെ നെറ്റിയിൽ ഇടിച്ചെങ്കിൽ അതേ കല്ലുകൊണ്ട് തന്നെയാണ് നിത്യയ്ക്ക് മുറിവേറ്റിരിക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.